Hi dears, welcome back. ഇന്നൊരു പഞ്ചാബി സമൂസയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മാവ് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ പശു നെയ്യും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ അല്പം സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ ഒരു സമയം തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് 2 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലിട്ടിട്ട് 4 വിസിൽ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു പൂരിയുടെ ബോൾസിനേക്കാൾ അല്പം കൂടി ചെറിയ ബോൾസാണ് എടുക്കേണ്ടത്. എന്നിട്ടിത് പരത്തിയിട്ട് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. അല്പം തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ നടുഭാഗത്ത് നിന്നും ഇതേപോലെ താഴേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് സൈഡിലേക്ക് ആവാതെ നടുക്ക് മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഇതേപോലെ സമൂസയ്ക്ക് ചെയ്യുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ സമൂസയ്ക്ക് ചെയ്യുന്നത് പോലെയും ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു മോഡൽ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയതാണ്. ഇനി ഇത് സാധാരണ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അയച്ചാലും മതി. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്പാം കമൻ്റ് ആയിട്ട് അത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇപ്പോഴും കുറേ സ്പാം കമൻറ്റ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.